അപ്പോൾ മുല്ലാസിൻ്റെ ഒരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. ചെറുതെന്ന് പറയാൻ ഒതുക്കാൻ കഴിയൂല, എന്നാലും നമ്മൾ ചെറുതായിട്ട് ഒതുക്കിയിട്ട് ഇതാക്കുകയാണ്. പേരെന്നെ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാം, കണ്ണൂരിൻ്റെ സുൽത്താനാണ്. കണ്ണൂർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയതാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. രാവും പകലായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. പറഞ്ഞു കൊടുക്കേ വിശദാംശം. നമ്മൾ മുല്ലാസ് ഗാരേജിൽ ഫുൾ റീസ്റ്റോറിങ് ചെയ്തൊരു വണ്ടിയാണ്. കണ്ണൂരിന് ഒരു പടക്കുതിരാക്കി നമ്മൾ ഇതിനെ മാറ്റിയിരിക്കുന്നത്. എല്ലാ വർക്കും നല്ല അടിപൊളിയായിട്ട് റോഡിലൂടെ ഇതിൽ പോയ ജനങ്ങൾ ആരും ഇത് നോക്കാത്തലുണ്ടാവില്ല. എല്ലാ ആളുകളും ഈ വണ്ടി നല്ല രീതിയിൽ നോക്കും. അത്രത്തോളം നല്ലൊരു ഫിനിഷിങ്ങും ആ ഒരു ഗാംഭീര്യ വണ്ടി നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രത്തോളം ഒരു പടക്കുതിര, അത് തന്നെ പറയാം, പടക്കുതിര എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇതിലൊക്കെ എന്താ പറയുക, എത്ര തവണ പഠിച്ചവനോട് സൂചിച്ചാലും മതിയാവില്ല. കാരണം നമ്മളൊരു കാണാതെ കസ്റ്റമർ വണ്ടി എടുക്കുകയാണ്. നമ്മളെ കാണാതെ ഫോണിൽ റീൽസും കാര്യങ്ങളും കണ്ടിട്ട് അദ്ദേഹം വണ്ടി എടുത്തതിന് ശേഷം ഒരുപാട് ഒരു 2-2.5 ലക്ഷം റുപ്യൻ്റെ വർക്ക് പുറമെ ഇതിൽ ചെയ്യുകയാണ്. അതായത് ടയർ, ലൈറ്റ്, കളർ ചേഞ്ചിങ്, ഓപ്പൺ വുഡ്, ഇന്നറും കാര്യങ്ങളൊക്കെ വണ്ടി കണ്ടാൽ തന്നെ നമുക്ക് അറിയും ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട്. നമ്മൾ പെയിൻ്റൊക്കെ ഒരു വെറൈറ്റി പെയിൻ്റാണ്. നല്ല ഗിൽറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അടിച്ചതാണ്. നല്ല അതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. വെയിലത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ മിനുക്കട്ടമാരി തെളുങ്ങുകയാണ്. ഫുള്ള് സീറ്റ്, ഇന്നർ, വുഡ്, ഓപ്പൺ ഗ്ലാസ്, ടയർ, ലൈറ്റ്, വയറിംഗ് കിറ്റ് ഫുള്ള് പുതിയ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം മൊത്തം സെറ്റാക്കിയിട്ടുണ്ട് വണ്ടിനെ. ഇതായത് നിങ്ങൾ ഇത് കണ്ടില്ല, ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങൾ ഏതൊരു തരത്തിലുള്ള ജീപ്പും നിങ്ങൾ പറയുന്ന ഐഡിയക്ക് നല്ല രീതിയിൽ ഞങ്ങൾ ഫുൾ റീസ്റ്റോറിങ് വർക്ക് ചെയ്തു തരും. നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു വണ്ടിയിൽ വരുത്തണോ അതിലപ്പുറം അതിൽ നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റിയുടെ എല്ലാ വർക്കും, നമ്മൾ പെയിൻറ്റിങ് മാത്രം എല്ലാ വർക്കും അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയുടെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ മുല്ലാസ് ഗാരേജുമായി ബന്ധപ്പെടുക. ഏത് വർക്കും, ജീപ്പാകട്ടെ, കാറാകട്ടെ, ഏത് വാഹനമാകട്ടെ, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏത് വർക്കും ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ആകണം. ആ ഒരു മനസ്സംതൃപ്തി, ആ ഒരു രീതിയിൽ ഞങ്ങൾ ആ വർക്ക് ഫുള്ള് ഫിനിഷാക്കി ഇതുപോലെ ഐറ്റം ആക്കി തന്നിരിക്കും. അപ്പോളേ ഇന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരാളാണ്. നിങ്ങളെപ്പോലെ അല്ല, ഇന്നെപ്പോലെ ഒരു സാധാരണക്കാരന്. അപ്പോൾ ഓൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടോ, അങ്ങനെ ഒരു ജീപ്പ് എടുക്കാൻ എത്ര ആവും, ഈ ജീപ്പിൽ വർക്ക് ചെയ്യാൻ എത്ര ആവും, അവിടെ ചോദിക്കുമ്പോൾ എത്രയാണ്, മറ്റൊരു ചോദിക്കുമ്പോൾ എത്രയാണ്, അത്രയൊക്കെ വരുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഇതിലുണ്ടാവും. അപ്പം നമ്മൾ ഈ വർക്ക് എടുത്തത് ഏകദേശം ഒരു 5 ലക്ഷം ആയിട്ടില്ല, ഒരു 4.5-4.25 ആ ലെവലിലാണ്. ഫുള്ള് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടില്ല. അതായത് വണ്ടിൻ്റെ റേറ്റ് അടക്കം വർക്ക് എടുത്തതടക്കം ഒരു 4.5 ലക്ഷം റുപ്യാണ് ഇപ്പോൾ നമ്മളിത് ആയിട്ടുള്ളത്. അതായത് കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് കണ്ട് കൊടുക്കുന്നതാണ്. ഇന്നത് വേണം എന്ന് അടിപൊളി ആവണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു മൂപ്പർക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൂപ്പര് ഫോട്ടോ വിട്ടെടുത്ത തൃപ്തനാണ്. നാളെ ഇൻഷാ അല്ലാഹ് ഞങ്ങളിത് കണ്ണൂരിൽ കൊണ്ടുപോയി കൊടുക്കും. കണ്ണൂർക്കാണ് ഡെലിവറി. അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് മൂപ്പരെ കണ്ട് ഫുള്ള് ഓക്കെ ആയിട്ട് ഞങ്ങളിത് തിരിച്ചു പോരുള്ളൂ. ഞങ്ങൾ മുല്ലാസ് ഗാരേജിൽ ചെയ്യുന്ന വർക്കിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വർക്ക് വളരെയധികം ക്വാളിറ്റിയുടെ, കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വർക്ക് 100% ക്വാളിറ്റി ആക്കാരം. അത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന്, ഏത് കസ്റ്റമേഴ്സിനും വർക്കിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നതല്ല. വർക്ക് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ആക്കാരം വർക്കിൽ. അപ്പോളേ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളിതിൽ എന്തൊക്കെ ചെയ്തു എന്നും എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നും എത്രയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്തോളിയും, സബ്സ്ക്രൈബ് ചെയ്തോളിയും. ഏതൊക്കെ കാര്യത്തിന് എന്തൊക്കെ റേറ്റ് എല്ലാതും നമ്മളിതിൽ ഉൾപ്പെടുത്തില്ല. ഇതിൽ നമുക്ക് ഓളിയും മറിയും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ജെന്യൂനാണ്. അതായത് നിങ്ങളെ പൈസ കൊണ്ട് നമ്മളൊരു സാധനം മേടിച്ചുമ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മളതിൽ പറഞ്ഞു തരും. എന്തൊക്കെ നമ്മൾ ചെയ്തു, ഇങ്ങനെ വർക്ക് എടുക്കാൻ ഇനി ഒരു വണ്ടി വന്നാൽ, സാധാ ഒരു സ്റ്റോക്ക് വണ്ടി വന്നാൽ ഈ ഒരു രൂപത്തിലാക്കണമെങ്കിൽ എത്ര വരും പൈസ, എന്തൊക്കെ വാങ്ങേണ്ടി വരും, എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ്.